കാഞ്ഞങ്ങാട് നഗരസഭാ ഭരണഭാഷാ വാരാഘോഷത്തിന് സമാപനമായി. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ഭരണഭാഷാ വാരാഘോഷത്തിന് സമാപനമായി. ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സമാപനം കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിൽ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മൾ അത്രയും സ്നേഹിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഭാഷയെയും നമ്മുടെ അമ്മയെയും. ഇത് തൊട്ട് അടുത്ത നമ്മുടെ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൻ്റെ ബോർഡ് പോലും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. വളരെ നമ്മൾക്കൊക്കെ ദയനീയാവസ്ഥയാണ്. കാരണം ആ ഭാഷ പഠിച്ചിരിക്കണം. ഏത് ബോർഡായാലും ബസ് മാത്രമല്ല, ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പോലും അവിടുത്തെ മാതൃഭാഷ മാത്രമേ എല്ലായിടത്തും എഴുതുന്നുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നാലും മലയാളം കൂടാതെ ഹിന്ദിയോ ഇംഗ്ലീഷോ കൂടെ ഉണ്ടാവും. അത് മറ്റ് സ്റ്റേറ്റുകാർക്കൊക്കെ ഒരു ഉപകാരപ്രദമാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാതൃഭാഷ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ വരും തലമുറകൾക്ക് ഇതിൻ്റെ പ്രാധാന്യം അവരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ ലത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ പി അഹമ്മദ് അലി, കെ അനീഷൻ, കെ വി സരസ്വതി, നഗരസഭാ കൗൺസിലർമാരായ 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, നജീമ റാഫി, എൻ ഇന്ദിര, കെ ആയിഷ, നഗരസഭാ സെക്രട്ടറി എം കെ ഷിബു എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി സ്വാഗതവും ലൈബ്രറിയൻ പി വി രഘുനാഥൻ നന്ദിയും പറഞ്ഞു. മലയാള ഭാഷയും സാഹിത്യവും എന്ന വിഷയത്തിൽ നഗരസഭാ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും നടത്തിയ പ്രശ്നോത്തരിയിൽ സ്മിത പി എസ്, പ്രിയദർശൻ പി എസ് എന്നിവർ 1ാം സ്ഥാനവും രാകേഷ് നാരായണൻ, പ്രത്യുഷ കെ പി എന്നിവർ 2ാം സ്ഥാനവും നേടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.